അല്ലാതെ ആലയിൽ പൈക്കലുണ്ടോ എന്നുള്ളത് നോക്കലേ ഇല്ല, അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ കയ്യിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ചാണകം അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് വിച്ചുമോൾ ഏതായാലും കയ്യിൽ ഓറയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വാരിയിടന്നപ്പോൾ ഓർമ്മ വേണ്ടമ്മ ഞാൻ വാരിയിട്ടോളായിരുന്നു. അപ്പോൾ അവൾക്ക് എടുക്കാൻ ഭയങ്കര ഇത് കേട്ടോ, ചാണകം കണ്ടിട്ടേ. അപ്പം ഞാൻ പറഞ്ഞു ഞാനും ഇട്ടോളാം കുറേ പറഞ്ഞു. അപ്പോൾ അവൾ അതിനെ അയക്കണില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് രാവിലത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വന്നപ്പോഴത്തേക്കും അന്ന് ഇഡ്ഡലി മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം കേട്ടോ. പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടപ്പിലൊക്കെ ഉണ്ട്. എന്തായാലും അറിഞ്ഞിട്ട് പോയിട്ടില്ല കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ പോകലുണ്ട് കേട്ടോ, താഴേക്കൊക്കെ വരും. അപ്പോൾ ഞാനൊരു തട്ട് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണം. ഇഡ്ഡലിക്ക് ഇനിയിപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് തട്ടൊക്കെ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ മാവിൽ ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ, ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മാവൊക്കെ കോരി ഒഴിക്കട്ടെ കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റ് അറിയിച്ച കൂട്ടുകാരോടൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ നമ്മുടെ വീഡിയോസൊക്കെ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം കേട്ടോ എല്ലാവരും. എന്നാൽ മാത്രമുള്ള പുതിയ വീഡിയോസൊക്കെ നമ്മൾ വിടുമ്പോൾ നിങ്ങൾക്കത് ഉടനെ കിട്ടും. പിന്നെ അമ്മ അതാ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം വെച്ചതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണ്. കുക്കറിൽ സാമ്പാർ വെക്കണം കേട്ടോ. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ള കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് സാമ്പാർ നമ്മൾ ഇഡലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. ചോറിക്കൊന്നും ഉണ്ടാക്കാൻ അത്ര കൂടുതലൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ സാമ്പാർ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേഗം തയ്യാറാക്കി എടുക്കട്ടെ കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ക്ലാസ്സില്ല മക്കൾക്ക്. അപ്പോൾ പിന്നെ ചോറൊക്കെ പിന്നെ പതുക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം മക്കൾക്ക് ക്ലാസ് ഇല്ലാതിരുന്നെന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ അതങ്ങനെ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ഇഡ്ഡലി 2 തട്ട് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ അങ്ങനെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് തട്ടും ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇഡ്ഡലി പാത്രം കൂടെ ഓഫ് ചെയ്തു. ഇനി അതൊന്ന് തണുത്തിട്ട് വേണം ഒരു തട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അവിടെ പറഞ്ഞുള്ള സാമ്പാറിനുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ സാമ്പാർ അങ്ങനെ കുക്കറിൽ ഉണ്ടാക്കുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് വലിയൊരു സാമ്പാർ ഉണ്ടാക്കാനൊന്നുമില്ല. അപ്പോൾ അത് കുക്കറിലാണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്താൽ അറിയാം, ഇതുപോലെ തട്ടിറക്കി വെക്കുമ്പോൾ കുറച്ച് വെള്ളം അങ്ങനെ അതിൻ്റെ മീതെ കൂടെ അങ്ങനെ കുടഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇഡ്ഡലി ഇങ്ങനെ ഇളകി പോരാനും പറ്റും, അതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് തണുത്ത് വരികയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇഡ്ഡലിക്ക് എപ്പോഴും സാമ്പാറാണ് ടേസ്റ്റ് അല്ലേ, എനിക്ക് തോന്നിട്ട് അങ്ങനെയാണ് എന്നുള്ളത്. ചട്നി അത്ര ടേസ്റ്റ് തോന്നാത്ത പോലെ തോന്നും. സാമ്പാറുണ്ടെങ്കിൽ ഇവിടെ ഇഡ്ഡലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി പിന്നെ എന്താ പറയുക, കുറച്ച് പുളിയൊക്കെ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് സാമ്പാറിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വയ്ക്കുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മളെ കുഞ്ഞി തട്ടുകൂട്ടി സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുറച്ച് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കായത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചായയും കടിയൊക്കെ ആയി. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ ചോറൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ വെക്കണുള്ളൂ കേട്ടോ. ചോറ് ഇനിയിപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക 2 നേരത്തേക്കായല്ലോ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ രാത്രി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതൊക്കെ തണുത്ത് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യലില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ മക്കൾക്ക് ക്ലാസ് ഇല്ലാത്ത കാരണം ഞാൻ എന്താ ചെയ്യണത്, പതുക്കെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കിയാൽ മതി. കാരണം മക്കൾ എണീറ്റ് വന്ന് ചായയൊക്കെ കുടിക്കണമെങ്കിൽ തന്നെ ഇന്നൊരു സമയമാവും കേട്ടോ. കാരണം ഒക്കെ നേരം വൈകിട്ടാവും എണീക്കുക. അപ്പോൾ ഇനി പതുക്കെ ഉണ്ടാക്കണുള്ളൂ എല്ലാതും. പിന്നെ ചോറും കറി കേട്ടോ, ഇതൊക്കെ ഉണ്ടായാൽ രാവിലത്തെ ചായയും കടി ആയാൽ തന്നെ വലിയൊരു സമാധാനമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അലക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അലക്കലൊക്കെ കഴിച്ച് വന്നു കേട്ടോ. അതും രാവിലെ തന്നെ അലക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഒക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ മക്കൾ ആരോ ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്കുള്ള എന്താ പറയുക ഇഡ്ഡലി നിർത്തി വയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ചായയും കടി മക്കൾ ചായ കുടിക്കൂലെങ്കിലും ചായയും കടി എടുത്ത് വയ്ക്കുമ്പോൾ ക്ലാസ്സിൽ വെറുതെ ചായ ഇങ്ങനെ ഒഴിച്ച് വയ്ക്കും കേട്ടോ. അത് ചിലപ്പോൾ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുടിക്കൊന്നുമില്ല, അതേപോലെ ഇരിക്കും. എന്നാലത് ഇങ്ങനെ അത് ഒഴിച്ച് വയ്ക്കണ ഒരു ശീലമായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു 11 മണിക്ക് ആയപ്പോണ്ട് നമ്മുടെ വീട്ടിൽ ഈ പഴയതെടുക്കുന്ന ഒരാളുണ്ടല്ലോ, അത് അങ്ങനത്തെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാളെ വിളിച്ചുകൊണ്ടൊന്ന് പോയപ്പോൾ വിളിച്ചതാണ്. അപ്പോൾ വന്നു. അപ്പോൾ അപ്പുറത്ത് കുറേ കസേരയും അതുപോലെ കുറച്ച് പഴയ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പൈപ്പിൻ്റെ കഷ്ണം അങ്ങനെയുള്ളത് കുറച്ച് പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വില പേശലാണ് നടക്കുന്നത് കേട്ടോ. അയാളൊരു വില പറയുന്നുണ്ട്, അമ്മ വേറൊരു വിലയും പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 610 രൂപയ്ക്കുള്ള സാധനങ്ങളൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൈസ അമ്മ എടുത്തൊന്നുമില്ല, മക്കൾക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ മക്കൾ രണ്ടാളും കൂടി അത് പകുതിയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ ഈ പൈസ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ അവിടെ നിന്ന് ഞങ്ങൾക്കുള്ള പൈസയുണ്ട് പറഞ്ഞു. രണ്ടാളത് പകുതിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടൊരു 3-3:30 ആയപ്പോഴുള്ള വീഡിയോസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഞാൻ കുറേ ദിവസമായി പുറത്തൊരു അടുപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ മണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടുപ്പുണ്ടാക്കുമല്ലോ, ചാണകമൊക്കെ മെഴുകിയിട്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു രസമാണല്ലോ അവിടെ ഇരുന്നിങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് കുക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ വേനൽക്കാലം വരുമ്പോൾ അവരിങ്ങനെ പുറത്ത് അടുപ്പുണ്ടാക്കുകയും മുറ്റം തിണ്ട് പിടിക്കുക എന്നിട്ട് ചാണകം മെഴുകൊക്കെ ചെയ്യുമല്ലോ. കാണാൻ നല്ല ഭംഗിയാണല്ലോ അതില്ലേ. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കാം, പക്ഷെ നമുക്ക് മണ്ണും കിട്ടാനില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാതെ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അപ്പുറത്ത് വീട്ടിലല്ല പറമ്പിൽ കിണർ കുത്തിയതിൻ്റെ കുറേ മണലാണ് കേട്ടോ. ഇത് മണലാണ്. ആ മണലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാക്കാനോട് ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കുറച്ചങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നീലമ്മയും അപ്പുറത്ത് ഉമ്മമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആകുമ്പോൾ അവർ പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പുറത്ത് അടുപ്പൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു, അവരിങ്ങനെ പറഞ്ഞു തന്നിട്ട് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ കുറേ മണലാണ് ശരിക്കും ഇത് കേട്ടോ. വേണ്ട എങ്ങനെയാണെന്ന് അറിയാം, കളിമണ്ണ് പോലത്തെ നല്ല പശയുള്ള മണ്ണുണ്ടല്ലോ, അത് വെച്ച് ഉണ്ടാക്കണ നല്ല ഫിനിഷിങ് ആയിരിക്കും കാണാൻ. ഇത് ഞാനിങ്ങനെ മണ്ണിലെ കൂടെ കൊണ്ടുവന്നിട്ടപ്പോൾ അതിൽ കുറേ കല്ല്, ഞങ്ങളെ നാടിൻ്റെ പേര് പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ പൊട്ടിക്കൽ ഒരു കുഴി കുത്തി കഴിഞ്ഞാൽ അതിൽ മണ്ണിനേക്കാൾ കൂടുതൽ കല്ലായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഞങ്ങൾ ആ നാടിൻ്റെ പേര് പോലെ തന്നെ. അപ്പോൾ നീലിയമ്മ വന്നിട്ട് കുറേ ചൂലൊക്കെ വെച്ചിട്ട് അതിൽ കല്ലൊക്കെ മുകളിലൊക്കെ കണ്ട് മാറ്റി വെച്ചു കേട്ടോ. ഏതായാലും ആ ഒരു മണ്ണ് കിട്ടാനില്ല, എന്നാലും ഇനി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്യും. അത് മുകളിലൊന്നും കൂടെ ഫിനിഷ് ആക്കി കൊടുക്കും. അതല്ലെങ്കിൽ പിന്നെ ഇതിന് പുറത്തൊരു ചാണകം കണ്ട് മെഴുകിയിട്ടിട്ട് കേട്ടോ. എന്നാലും എന്താ പറയുക, മണ്ണ് ഇങ്ങനെ പൊന്തി നിൽക്കൊന്നുമില്ല. ചാണകം മെഴുകിയാലും അതിങ്ങനെ ഒതുങ്ങി കിടക്കുമല്ലോ. പിന്നെ ഇടയ്ക്കൊന്ന് ചാണകം ഇങ്ങനെ മെഴുകി കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ അതാണ് ഇഷ്ടിക നോക്കി നടന്നിട്ട് 2 ഇഷ്ടിക നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ഉമ്മ കുറേ ഒരു ഇഷ്ടികേൻ്റെ പൊട്ടും പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. മുഴുവനായിട്ടുള്ള ഇഷ്ടികയല്ല. പിന്നെ ഒരു സിമെൻറ്റും കട്ടേൻ്റെ ചെറിയൊരു കഷ്ണം കിട്ടി അടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങളൊരു അടുപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്, സെറ്റ് ചെയ്തെടുക്കുകയാണ്. പക്ഷെ ആ ഒരു കളിമണ്ണ് പോലത്തെ മണ്ണുണ്ടെങ്കിൽ പശ പോലത്തെ ആ മണ്ണുണ്ടെങ്കിൽ നല്ല ഫിനിഷായിട്ടിരിക്കും. അപ്പോൾ ആ ഉമ്മാനൊരു കലം കൊണ്ടുവന്ന് നോക്കുക എന്ന് പറഞ്ഞു. കലം വെച്ച് നോക്കുമ്പോഴാണല്ലോ അങ്ങനെ ക്ലിയർ ആയിട്ടിരിക്കുക എന്നുള്ളത് പറയാൻ പറ്റുക. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം മണ്ണിലും ചാണകത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ. ഞാനും കയ്യിൽ ഒരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ അവിടെ ഇരുന്നു, നിലത്തൊക്കെ ഇരുന്ന് കുട്ടികളെ പോലെ മണ്ണിൽ കളിച്ചിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും എന്താ നമ്മൾ മേക്കപ്പും ചെയ്ത് ഇങ്ങനെ ചളിയും മണ്ണൊന്നും ആക്കാതെ അല്ലേ, അങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ല. ഇടയ്ക്ക് ഇതുപോലെ ചാണകത്തിൽ മണ്ണിലൊക്കെ ഒന്ന് കളിച്ച് ശരിയാവണം. ഓക്കെ, കിച്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മണ്ണിലൊക്കെ ഇങ്ങനെ കളിക്കുക എന്നുള്ളത്.
അപ്പം ഞാൻ കുറേ നാളുകൾക്ക് കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പം ഞാൻ ഭയങ്കര ത്രില്ലിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോൾ ഇത്ര ത്രില്ല്, പക്ഷെ പുറത്ത് അടുപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് രസമാണ് കേട്ടോ. പിന്നെ കുറച്ച് ചകിരിയും ചിരട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അകത്താണെങ്കിൽ പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ അകത്ത് വിറകടുപ്പ് തീ പിടിപ്പിക്കണില്ലല്ലോ. അപ്പം ഞാനോടത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് വയ്ക്കാനും ഒക്കെ പറ്റുമല്ലോ. പിന്നെ ഈ കറണ്ട് അടുപ്പൊക്കെ ഉള്ളൊന്നും എന്താ പറയുക. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, 2 ദിവസം നമ്മുടെ ഗ്യാസും തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കറണ്ട് അടുപ്പിലൊന്നും നമ്മൾ എന്താ ചിക്കനൊന്നും വെച്ചാൽ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടൂല അല്ലേ. അത് വിറകടുപ്പിലാണ് ചിക്കനൊക്കെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം അങ്ങനെ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നറിയോ, ഞാൻ പിന്നെ ഇത് ഫിനിഷ് വർക്കിനൊന്നും നിൽക്കില്ല. ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ അടുപ്പ് തീ കത്തിക്കും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞല്ലോ മറ്റേ മണ്ണ് കിട്ടുക, പശയുള്ള മണ്ണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൊണ്ടൊന്ന് ഫിനിഷ് ആക്കിയിട്ട് ചെയ്യും കേട്ടോ. നമ്മൾ അടുപ്പിൻ്റെ ആ ഒരു കല്ല് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴൊന്നും ഇങ്ങനെ പൊങ്ങി നിൽക്കണില്ലേ മറ്റേതിനേക്കാളും, അതങ്ങനെ നമുക്ക് തോന്നുകയാണ്. കലം വയ്ക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ തൊഴുത്തിൽ പോയി നോക്കിയതാണ്. പിന്നെ ചാണകം ഉണ്ടോ നോക്കിയപ്പോൾ അവരങ്ങനെ ഒറ്റ പൈക്കളേ ഉള്ളൂ, ഇപ്പോൾ അവർക്ക് വേറെ ഇല്ല. അപ്പോൾ അതിനങ്ങനെ തൊഴുത്തിലൊന്നും കെട്ടണില്ല, പുറത്തിങ്ങനെ പറമ്പിൽ അങ്ങനെ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെയാണ് കെട്ടി ഇട്ടുന്നത് കേട്ടോ. അപ്പോൾ താത്ത പറഞ്ഞാൽ അതിൻ്റെ ചോട്ടിൽ പോയി നോക്കിയാലേ ഉണ്ടാവുള്ളൂ, മറ്റേത് തൊഴുത്തിലുള്ളതൊക്കെ എടുത്തിങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് വാരിയിടുമല്ലോ പുറത്തേക്ക്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. കാടിവെള്ളം അങ്ങനെ കൊണ്ടുപോകണ കാണാമെന്നല്ലാതെ ആലയിൽ പൈക്കളുണ്ടോ എന്നുള്ളത് നോക്കലേ ഇല്ല, അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ കയ്യിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ചാണകം അവിടെ ഉണ്ട് കേട്ടോ. ഒക്കെ വിച്ചുമോൾ ഏതായാലും കയ്യിൽ ഓർഡറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വാരിയിടന്നപ്പോൾ ഓർമ്മ വേണ്ടമ്മ ഞാൻ വാരിയിട്ടോളായിരുന്നു. അപ്പോൾ അവൾക്ക് എടുക്കാൻ ഭയങ്കര കേട്ടോ ചാണകം കണ്ടിട്ടേ. അപ്പം ഞാൻ പറഞ്ഞ് ഞാനും ഇട്ടോളാം കുറേ പറഞ്ഞു. അപ്പോൾ അവൾ അതിനെ അയക്കണമില്ല, അവൾക്ക് ഇടുകയും വേണം. അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇളകരുതിട്ടെടുക്കുമ്പോൾ കയ്യിൽ കിട്ടുന്നുണ്ടോ നോക്കട്ടെ ഞാൻ. ഓക്കെ സെറ്റ്. അതെങ്ങനെ മഞ്ഞായത്? അതിന് മോള് തുറക്കില്ലേ, അങ്ങനെ ഉണങ്ങി ഒക്കെ എടുത്തിട്ട് ഒന്നിനുള്ളപ്പോ പുറത്ത് അടുപ്പുണ്ടായി, കാറ്റത്ത് അടുപ്പ് കത്തിക്കാത്തോണ്ട് കൊണ്ടക്കിടക്കിടക്ക് ഇങ്ങനെ പൊളിയുമ്പോൾ അങ്ങനെ ചാണകമൊക്കെ കൊടുന്നു കേട്ടോ. ചാണകം ഞാൻ വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് അങ്ങനെ ഇവിടെ കോരി അങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അല്ലാതെ അങ്ങനെ കട്ടിക്ക് വെച്ചിട്ട് മെഴുകാൻ മാത്രമുള്ള ചാണകം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചാണകമൊക്കെ ഒന്ന് സെറ്റായി ഇത് ഉണങ്ങി തുടങ്ങിയിട്ടോ. പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പോൾ നല്ല ഉണങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞൊക്കെ പോരുകയുണ്ടാവും. ആ മണ്ണ് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കണം. അതൊക്കെ കഴിഞ്ഞിതാ പിന്നെ ഞങ്ങളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ കുളി ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ചു. പക്ഷേ കിച്ചുമോളും പിന്നെ അവളെ ഫ്രണ്ട്സിനൊക്കെ പുഴയ്ക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ ഞാനും വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് വന്നു. ഇന്ന് അവർ കുളിക്കണം നോക്കാമല്ലോ വിചാരിച്ചു. ഇവരെ തന്നെ അങ്ങനെ വിടാനൊന്നും പറ്റുന്നില്ല, വെള്ളം കുറവാണെങ്കിലും തന്നെ വിടാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.